പല്ലവി വീണ്ടും പറഞ്ഞു തുടങ്ങി. അരവിന്ദ്, അയാൾ എനിക്ക് അരവിന്ദേട്ടനായിരുന്നു. ഒരു ദിവസം എൻ്റെ പ്രണയവും ജീവിതവുമായവൻ. അയാളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. കാരണം അച്ഛൻ പോയ ശേഷം എനിക്കും ചേച്ചിക്കും എല്ലാ നിലയിലും കൈത്താങ്ങായി നിന്നത് അയാളായിരുന്നു. സ്വന്തം ചേച്ചിയായതുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അവൾക്ക് എന്നോട് ഒരിക്കലും ഒരു തരത്തിലും ഇഷ്ടമുണ്ടായിട്ടില്ല. പിന്നെ അവളുടെ സാഹചര്യത്തിൽ അവൾക്ക് എന്നെ ആവശ്യമായിരുന്നു. അവസാനം അവൾ ഒരു കൊച്ചു സുന്ദരിക്ക് ജന്മം നൽകി, എൻ്റെ മിത്തുമോൾക്ക്. മിത്തുമോളുടെ വരവോടെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവളുടെ കളിയും ചിരിയും എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തയിൽ പോലും മാറ്റി. കുഞ്ഞിനെ ഒന്ന് നോക്കാനോ എടുക്കാനോ മുലയൂട്ടാനോ അവൾ തയ്യാറായില്ല. മിത്തുമോളുടെ കരച്ചിൽ പോലും അവൾക്ക് വെറുപ്പായിരുന്നു. കുഞ്ഞിനെ പലപ്പോഴും അവൾ കളയാൻ നോക്കിയപ്പോഴെല്ലാം ഞാൻ അവളിൽ നിന്നും സംസാരിച്ച് അവൾക്ക് കൊടുക്കാതെ ചേർത്തു നിർത്തിയത് പോലും. അന്ന് മോൾക്ക് ഒട്ടും വയ്യാതിരിക്കുമ്പോൾ ഹോസ്പിറ്റൽ കൊണ്ട് പോകാൻ വിളിക്കുമ്പോൾ അത് ചാവുകയാണെങ്കിൽ ചാവട്ടെ, എനിക്ക് സമാധാനമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് അവളെ ഉപേക്ഷിക്കാനായില്ല. കാരണം ജന്മം അവളാണ് കൊടുത്തതെങ്കിലും അവളെ ഊട്ടിയതും ഉറക്കിയതുമെല്ലാം എൻ്റെ ഈ കരങ്ങൾ കൊണ്ടാണ്. അന്ന് മോളെയും കൊണ്ട് ഹോസ്പിറ്റൽ പോയിട്ട് വരുമ്പോൾ ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്നെന്ന്. വീട്ടിലേക്ക് വന്ന് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ സ്വന്തം എന്ന് കരുതി സ്നേഹിച്ച അരവിന്ദേട്ടനും എൻ്റെ സ്വന്തം ചേച്ചിയും കൂടെ. അത്രയും പറയുമ്പോൾ തന്നെ പല്ലവിയുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. എനിക്ക് സഹിച്ചില്ല. കാരണം ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സ്വന്തം കൺമുൻപിൽ കണ്ടത്. ഞാനത് കണ്ടെന്നറിഞ്ഞിട്ടും അയാൾക്കോ അവൾക്കോ ഒരു മാറ്റവും ഉണ്ടായില്ല. അവസാനം അയാളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു, സ്വന്തം ചേച്ചിയുടെ അറിവോടെ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞതുപോലും. അതും ആർക്കൊക്കെയോ എൻ്റെ പേരും പറഞ്ഞ് രണ്ടും പണം കയ്യിലാക്കിയിരുന്നു. ആർക്കൊക്കെയോ പിച്ച് ചീന്താനുള്ള അറവുമാടാണ് ഞാനെന്ന് അയാളുടെയും അവളുടെയും വായിൽ നിന്ന് അറിഞ്ഞപ്പോൾ സഹിച്ചില്ല. ഒരു നിമിഷം മരിച്ചു പോയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. എന്നാൽ മിത്തുമോളെ അവർ കൊല്ലാൻ പോകുന്നെന്നറിഞ്ഞപ്പോൾ അവളെയെങ്കിലും രക്ഷിക്കണമെന്ന് തോന്നി. പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. അർച്ചനയ്ക്കും സൂര്യയ്ക്കുമൊപ്പം മിത്തുമോളെയും കൊണ്ട് ഈ നഗരത്തിലേക്ക് പോന്നു. ഇവിടെയെങ്കിലും എൻ്റെ മിത്തുമോളെ എല്ലാത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചു ചേർത്തു നിർത്താൻ നോക്കിയപ്പോൾ ഇവിടെയും അവരെ വന്നു. എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ചുകൊണ്ട്. സഞ്ജയ്, അയാൾ ആരാണെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ എനിക്കറിയില്ല. എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നതെന്നും. അയാളെ ഞാൻ ആദ്യമായി കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലിട്ട് എൻ്റെ ചേച്ചി എന്നെ തല്ലുമ്പോൾ അവിടേക്ക് വന്ന് എൻ്റെ മുൻപിലിട്ട് പട്ടിയെ പോലെ തല്ലി ചതച്ചുകൊണ്ട് പോകുന്ന അയാളെയാണ്. പിന്നെ കാണുന്നത് ഞാൻ ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ അവിടെയും വന്നു. പക്ഷേ അയാൾ പറയുന്നത് എന്തെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ എവിടെയും ഞാൻ അയാളെ മുൻപ് കണ്ടതായി ഓർക്കുന്നില്ല. എൻ്റെ മിത്തുമോളെ എന്തിനാ അയാൾ കൊല്ലാൻ നോക്കുന്നതെന്നും. എനിക്കും എൻ്റെ മോൾക്കും ഈ ലോകത്ത് ആരുമില്ല. എനിക്കവളും അവൾക്ക് ഞാനുമേ ഉള്ളൂ. ഈ ലോകത്ത് അവളെ എൻ്റെ കുഞ്ഞായി തന്നെ എന്നും ചേർത്ത് നിർത്തി വളർത്തും. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത് പോലും. എൻ്റെ മിത്തുമോൾക്ക് എന്തേലും പറ്റിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ ലോകത്ത് ജീവനോടെ കാണില്ല. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പല്ലവി അവിടെ നിന്ന് പോയിരുന്നു. അവളുടെ മനസ്സാകെ വേദനയായി. കണ്ണനെല്ലാം കേട്ട് സ്തംഭിച്ചു നിന്നു. അറിയാതെയാണെങ്കിലും അവളെ താനും നോവിച്ചിരുന്നു. ഇത്രയും ദുഃഖം അവൾക്കുള്ളിലുണ്ടെന്നറിയാതെ താൻ അവളെ തള്ളിപ്പോയതോർത്ത് അവനോട് തന്നെ ദേഷ്യം തോന്നി. രേവതി മിത്തുമോളെയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. കണ്ണാ, ഇന്ന് നീ ആ കുട്ടിയോട് കാണിച്ചത് കൂടിപ്പോയി. സത്യങ്ങൾ അറിയാൻ വേറെയും മാർഗങ്ങൾ നിനക്ക് മുൻപിൽ ഉണ്ടായിട്ടും അതിന് നീ ഒരുപാട് തല്ലി. അപ്പം പിന്നെ നീയും അവളെ ദ്രോഹിക്കാൻ നടക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അതിൻ്റെ കണ്ണുനീരാര് വീഴ്ത്തിയാലും അതൊരിക്കലും ദൈവം പോലും പൊറുക്കില്ല. അത്രയ്ക്കും പാവമാ അത്. ഇനിയും നീ അതിനെല്ലാം അറിഞ്ഞിട്ടും ദ്രോഹിക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് ഞാൻ ഉണ്ടാവില്ല. കാരണം ഒരിക്കലും എൻ്റെ മകളെ നഷ്ടപ്പെട്ടവൾ ഞാൻ. എനിക്ക് പല്ലവി മോളുടെ രൂപത്തിൽ എൻ്റെ അനുമോളെ തിരികെ തന്നിരിക്കുക ഈശ്വരൻ. ഇനി അവളെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ. അത്രയും പറഞ്ഞ് മിത്തുമോളെയും കൊണ്ട് അവർ അവിടെ നിന്നും പോയിരുന്നു. കർണൻ ഒരു നിമിഷം താൻ എടുത്തു ചാടി പല്ലവിയോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ അവന് കുറ്റബോധം തോന്നി. കർണൻ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ പല്ലവിയുടെ മുറിയിലേക്ക് വന്നു. കർണൻ വരുമ്പോൾ കണ്ടത് കട്ടിലിൽ തിരിഞ്ഞു കിടന്ന് കരയുന്ന പല്ലവിയെയാണ്. കർണൻ മെല്ലെ അവൾക്കരികിൽ വന്നിരുന്ന് അവളുടെ ബെഡിലിരുന്ന കരങ്ങളെ മുറുക്കെ പിടിച്ചു. തനിക്കടുത്ത് കർണൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ കരങ്ങളിൽ നിന്നും അവളുടെ കരങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പല്ലവി എഴുന്നേറ്റ് പോയതും
കണ്ണൻ അവൾക്ക് പിന്നാലെ ചെന്ന് അവളുടെ കരങ്ങളിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പല്ലവിയുടെ മുഖം അവൻ അഭിമുഖമായി പിടിച്ചു നിർത്തി അവളുടെ മുഖമൊത്തം ചുംബനം കൊണ്ട് മൂടിയ ശേഷം അവളെ വീണ്ടും തന്നിലേക്ക് ഇറുക്കെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നെയും കുഞ്ഞിനെയും ഒരു ശക്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിനു മുന്നേ ഞാൻ മരിച്ചിരിക്കണം. എന്നെ കൊന്നിട്ടല്ലാതെ ആർക്കും നിങ്ങളെ എന്നിൽ നിന്നും അടർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അവൻ്റെ ആ ഉറച്ച വാക്കുകൾ മാത്രം മതിയായിരുന്നു ആ പെണ്ണിൻ്റെ അത്രയും നേരത്തെ കണ്ണുനീരിനെ അവളിൽ നിന്നും അടർത്തി കളയാൻ. അതവൻ പറഞ്ഞതും പല്ലവിയും കർണനെ അവളിലേക്ക് ഇറുക്കെ അണച്ചു പിടിച്ചു നിന്നു. എത്ര നേരം അങ്ങനെ തന്നെ നിന്നു എന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല. ആ സമയം ഏറെ നേരത്തിനു ശേഷം ഒരു പിടച്ചിലൂടെ പല്ലവി കർണനിൽ നിന്നും അകന്നു മാറുമ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വീണ്ടും അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പല്ലവിയിൽ അവനിലെ ഓരോ സ്പർശനവും അവൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഉന്മാദ ലഹരി പോലെ അവളിലേക്ക് പടർന്നു കയറുന്നത് പോലെ തോന്നി. അവനിൽ നിന്നും അകന്നു മാറാൻ അവൾ ശ്രമിക്കുമ്പോഴും മനസ്സുകൊണ്ട് അവൾ ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലെ തന്നെ അവനിൽ ചേർന്നു നിൽക്കാൻ തന്നെ ആഗ്രഹിച്ചിരുന്നു. കണ്ണൻ അവളെ വീണ്ടും ഫലമായി ചേർത്ത് പിടിച്ച് അവളുടെ കാതുകളിൽ മെല്ലെ ഊതി. അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ ഇറുക്കെ പിടിച്ച് കണ്ണുകൾ അടച്ചതും അവൻ അവളുടെ കാതുകളിൽ ഒരു നനുത്ത മുത്തം നൽകിക്കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും രേവതിയുടെ ഉയർന്ന സ്വരം അവളുടെ കാതുകളിൽ പതിഞ്ഞതും കണ്ണനെ തള്ളി മാറ്റി അവനെ നോക്കാതെ പുറത്തേക്ക് പോയിരുന്നു. അപ്പോഴും അവൾ പോകുന്നത് നോക്കി അവൾക്ക് മാത്രമായി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു. ദത്തൻ മെല്ലെ കണ്ണുകൾ തുറന്നെണീക്കുമ്പോൾ അവൻ ആദ്യം തേടിയത് അവൻ്റെ കരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്ന അനാമികയുടെ ഫോട്ടോയാണ്. അത് തനിക്കരികിലില്ലെന്നറിഞ്ഞതും വീണ്ടും അവൻ്റെ സമനില തെറ്റാൻ തുടങ്ങി. അവൻ ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെയെല്ലാം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൻ നിലത്തേക്ക് വലിച്ചെറിയുന്നതിനോടൊപ്പം ചിന്നിച്ചിതറിയ ഒരു ചില്ലി കഷ്ണം അവൻ വേഗം തന്നെ തൻ്റെ കരങ്ങളിലുള്ളിലാക്കി. അതുകൊണ്ട് അവൻ തൻ്റെ ദേഹത്ത് മുറിപ്പാടുകൾ ഉണ്ടാക്കി അട്ടഹസിച്ചു ചിരിക്കുന്നതിനോടൊപ്പം അലറി വിളിക്കുകയും ദേഷ്യത്തിൽ വീണ്ടും എല്ലാം നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും അവൻ്റെ കരങ്ങളിൽ ചോരത്തുള്ളികൾ പടരാൻ തുടങ്ങി. മഹേശ്വരി വരുമ്പോൾ കാണുന്നത് തൻ്റെ ദേഹത്തു പലയിടങ്ങളിലും ഉന്മാദത്തോടെ മുറിവുകൾ ഉണ്ടാക്കി സ്വയം ശരീരത്തെ തന്നെ കീറി മുറിക്കുന്ന തൻ്റെ മകനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഓടി അവനരികിലേക്ക് വരുമ്പോൾ ആ ചില്ലി കഷ്ണം അവർക്ക് നേരെ നീട്ടി ആക്രമിക്കാൻ ശ്രമിച്ചു. ദത്താ മോനെ, നീ ഇതെന്താ ചെയ്യുന്നേ? അത് കളഞ്ഞേക്ക് മോനെ, നിന്റെ അമ്മയല്ലേ ഈ പറയുന്നത്, കളഞ്ഞേക്ക്. പോ, എനിക്കാരും വേണ്ട. എൻ്റെ അനുവിനെ തട്ടിയെടുക്കാൻ വന്നതല്ലേ നിങ്ങളും. എനിക്കറിയാം, നിങ്ങളെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ അനുവിനെ കൊണ്ടുപോയേ. എനിക്കെൻ്റെ അനുവിനെ തിരിച്ചുതാ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. അത്രയും പറഞ്ഞ് ആ ചില്ലി കഷ്ണം അവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതും മോനെ വേണ്ട, പിന്നെ എൻ്റെ അനുവിനെ കാണിച്ചുതാ. എല്ലാവരും കൂടി എൻ്റെ അനുവിനെ ഇങ്ങോട്ടാ കൊണ്ടുപോയേ. നിന്റെ അനുവിനെ ആരും എവിടേക്കും കൊണ്ടുപോയില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. അനു അവിടെ ഉണ്ടെന്ന് മഹേശ്വരിയുടെ വായിൽ നിന്ന് കേട്ടതും അവൻ ആ ചില്ലി കഷ്ണം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് എൻ്റെ അനു വന്നോ, എൻ്റെ അടുത്തേക്ക് വന്നോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവന് ചുറ്റും ആ മുറിയിൽ അവളെ തിരയാൻ തുടങ്ങി. അനു, എനിക്കറിയാം എന്നെ പറ്റിക്കാൻ ഒളിച്ചു നിൽക്കുമെന്നല്ലേ, ഞാൻ കണ്ടുപിടിക്കുമല്ലോ എൻ്റെ അനുവിനെ. അതും പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി അവിടെ മൊത്തം ഓടി നടന്ന് തിരയാൻ തുടങ്ങി. തൻ്റെ മകൻ്റെ ആ ദയനീയാവസ്ഥ കണ്ട് നിൽക്കാനാവാതെ മറ്റൊന്നും ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അനുവിനെ കാണാത്തതിന് തൻ്റെ മകനിൽ വരുന്ന ഭാവമാറ്റങ്ങൾ കാണും തോറും അവർക്ക് പേടി തോന്നി. എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ, എൻ്റെ അനുവിനെ നിങ്ങൾ ഒളിപ്പിച്ചിട്ട് എന്നെ പറ്റിക്കുന്നില്ലേ? ഇല്ല മോനെ, അനുമോൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ മുറിയിലല്ല, അപ്പുറത്തെ മുറിയിലാ. എൻ്റെ കൂടെ നല്ല കുട്ടിയായി വന്നാലേ അനുമോളെ കാണാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവൾ പിണങ്ങിപ്പോകും. അയ്യോ വേണ്ട, ഞാൻ വരാം. അനു പിണങ്ങി പോകണ്ട. ദത്തൻ്റെ അനു പിണങ്ങിയാലേ ദത്തന് സങ്കടം വരും. മഹേശ്വരിക്ക് തൻ്റെ മകനിലെ ആ മാറ്റങ്ങളും സംസാരവും ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വിധം അവരെ തളർത്തിക്കൊണ്ടിരുന്നു. മഹേശ്വരിക്കൊപ്പം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ആ മുറിവിട്ട പുറത്തേക്ക് അവർക്കൊപ്പം നടന്നു നീങ്ങുമ്പോഴും തൻ്റെ അനുവിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പോലുള്ള സന്തോഷം മാത്രമായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നത്. മഹേശ്വരിക്കൊപ്പം ആ മുറിയിൽ മുന്നിൽ വന്നു നിന്നതും അവൻ സന്തോഷത്തോടെ ആ മുറിക്ക് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ മുറിയിലാണോ എൻ്റെ അനു ഉള്ളത്? അവൻ കരങ്ങൾ അവിടേക്ക് ചൂണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ ചോദിക്കുമ്പോൾ അതിന് നിറകണ്ണുകളോട് മഹേശ്വരി അതേന്ന് തലയാട്ടിയതും അവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആ മുറിയുടെ ചുവരുകൾ നിറച്ച് പല്ലവി അറിയാതെ സുപ്രിയ മഹേശ്വരിക്ക് വേണ്ടി എടുത്തു കൊടുത്ത
ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു കണ്ടത്. ദത്തൻ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. എൻ്റെ അനുവായത്. അത്രയും പറയുമ്പോൾ തന്നെ കയ്യിലും മറ്റും പറ്റിയ മുറിവിൽ നിന്നെല്ലാം ചോരത്തുള്ളികൾ പടർന്നതിനോടൊപ്പം എൻ്റെ അനു എന്ന് പറഞ്ഞ ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. സഞ്ജയ് ദേഷ്യത്തിൽ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവൻ്റെ മനസ്സിൽ കർണനെ കൊല്ലണമെന്ന ചിന്ത മാത്രമേ നിറഞ്ഞു നിന്നത്. ഇല്ല കർണ, നിനക്കെന്നല്ല ആർക്കും ഞാൻ വിട്ടുതരില്ല എൻ്റെ പെണ്ണിനെ. അതിന് തടസ്സം നീയായാൽ പോലും നീ എന്ന തടസ്സത്തെ എൻ്റെ മുന്നിൽ നിന്നും ഞാൻ തുടച്ചു മാറ്റിക്കൊണ്ട് എൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയിരിക്കും. അത്രയും പറഞ്ഞ ശേഷം വീണ്ടും തനിക്ക് മുൻപിൽ തൻ്റെ പ്രതിബിംബം തെളിഞ്ഞു നിന്ന് ചില്ല് ഗ്ലാസ് ദേഷ്യത്തിൽ എറിഞ്ഞുടച്ചു. ഈ ചില്ല് ഗ്ലാസ് തകർന്നു വീണതുപോലെ നിന്നെയും ഞാൻ തകർന്നെറിഞ്ഞിരിക്കും കണ്ണ. ഇനി നിന്റെ ആയുസ് അതെൻ്റെ ഈ കരങ്ങളിൽ കൊള്ളില്ല. അത്രയും പറഞ്ഞ ശേഷം അവൻ്റെ മുൻപിലിരുന്ന മദ്യക്കുപ്പി ആവേശത്തോടെ കുടിച്ചിറക്കി അവൻ്റെ ബോധം അവനിൽ നിന്നും നഷ്ടപ്പെടുന്നത് വരെ കുടിച്ചുകൊണ്ടിരുന്നു. സുപ്രിയയുടെ ഫോണിൽ നിർത്താതെയുള്ള കോളിന് ശബ്ദം കേട്ട് അവൾ കാർ സൈഡിലേക്ക് ഒതുക്കി ദേഷ്യത്തിൽ ആരാ തന്നെ ഇപ്പോൾ വിളിക്കാനെന്ന് പറഞ്ഞ് കോൾ എടുക്കുമ്പോൾ ഡിസ്പ്ലേയിൽ പതിഞ്ഞ നമ്പർ കണ്ടതും അവൾ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചതെന്തോ നേടിയ പോലുള്ള സന്തോഷമായിരുന്നു അവളിൽ തെളിഞ്ഞു നിന്നത്. പിന്നെ ഒരു നിമിഷം വൈകിപ്പിക്കാതെ അവൾ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. രേവതി ഗോവർദ്ധനോട് പല്ലവി പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് മനസ്സിനൊരു മരവിപ്പ് പോലെ തോന്നി. ഈ പ്രായത്തിൽ ഒരുപാട് ആ കുട്ടി അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഓർത്തപ്പോൾ അയാൾക്ക് തന്നെ പല്ലവിയോട് കാട്ടിയ വിധിയെ ഓർത്ത് പശ്ചാത്താപം തോന്നി. ആ കുട്ടിയുടെ ഉള്ളറിയാതെ കണ്ണൻ അവളെ ഒരുപാട് നോവിച്ചു. അപ്പോഴും എനിക്ക് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതോർക്കുമ്പോൾ ആ മോളുടെ മുഖത്തേക്ക് പോലും എനിക്ക് നോക്കാൻ അർഹതയില്ലാത്തതുപോലെ തോന്നി പോകുക. പണ്ടും അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മറ്റുള്ളവർക്ക് പറയാനുള്ളത് ഒരിക്കലും കേൾക്കാറില്ല. അവൻ്റെ മനസ്സിന് ശരിയെന്നുള്ളത് തന്നെയല്ലേ അന്നും ഇന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അവൻ്റെ ഈ സ്വഭാവത്തിന് കാരണക്കാരൻ നമ്മൾ തന്നെയല്ലടോ. എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയേക്കാളേറെ അവനെ സ്നേഹിച്ചതും വളർത്തിയതും നമ്മൾ തന്നെയല്ലേ. അവൻ്റെ എന്ത് വാശിയും അതുപോലെ ആദ്യം സാധിച്ചു കൊടുത്തിരുന്നത് നമ്മളല്ലേ. അപ്പോഴെല്ലാം നമ്മുടെ മോളെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തുമ്പോഴും അതിൽ അവൾക്കൊരു പരാതിയുമില്ലായിരുന്നു. കാരണം അവൾക്ക് അവനോടുള്ള സ്നേഹം തന്നെ. അനുമോളെ ഇഷ്ടപ്പെടുമ്പോഴും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചതുപോലും നമ്മുടെ കർണനാണ്. അവന് വേണ്ടിയിട്ട് ഇന്ന് മകളെ നഷ്ടപ്പെട്ടിട്ടും നമ്മൾ രണ്ടാളും ജീവിക്കുന്നത് പോലും. പക്ഷേ ഇപ്പോൾ എന്തോ അവൻ ആ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ കണ്ടു നിൽക്കാനാവുന്നില്ല. അനുമോളെ ആ മോളിലൂടെ തിരിച്ചു കിട്ടിയ പോലെ തോന്നൽ. ആ മോളെ കൂടി നഷ്ടമാവരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. കണ്ണൻ വേണമെന്ന് വെച്ച് ചെയ്തു പോയതെന്നാണോ ഏട്ടനും കരുതിയിരിക്കുന്നത്? ആ മോളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിരുന്നു അവൻ അതൊക്കെ ചെയ്തു കൂട്ടിയത് പോലും. അല്ലാതെ മനഃപൂർവ്വം ആ മോളെ ദ്രോഹിക്കണമെന്ന് എൻ്റെ കുട്ടി കരുതിയിട്ടില്ല. നീ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവനെ ന്യായീകരിക്കുന്നത് കൊണ്ട് തന്നെയാ അവൻ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്. ഇനിയും അവനെ അവൻ്റെ വഴിക്ക് വിടണമെന്നാണോ നീ പറയുന്നത്? ഇനിയും അവൻ്റെ ജീവിതം എങ്ങനെ പോയാൽ എങ്ങോട്ട് ചെന്ന് നിൽക്കുമെന്ന് ആർക്കും പറയാനാവില്ല. അവസാനം എനിക്കോ നിനക്കോ അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അളവിൽ മാറിപ്പോയെന്ന് വരാം. അവൻ്റെ ഈ ദേഷ്യവും എടുത്തുചാട്ടവും എല്ലാം ആ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളതാണ്. അതിന് കാരണം അനുമോൾ നമ്മളെ വിട്ടുപോയെന്നുള്ളതാണ്. അവൾ പോയതിനു ശേഷമല്ലേ നമ്മുടെ മോൻ ഇങ്ങനെ ആവാൻ പോലും കാരണം. അനുമോളുടെ സ്ഥാനത്ത് മറ്റൊരാളെ അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്ക് അവന് വേണ്ടി അങ്ങനെ ഒരാൾ അവൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നതുപോലെ എന്തോ പല്ലവി മോൾക്ക് നമ്മുടെ കണ്ണനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം വന്നതുപോലെ. ആവശ്യമില്ലാതെ ഒന്നും ഇപ്പോഴേ നീ ആഗ്രഹിക്കരുത്. കാരണം അങ്ങനെയൊന്നും അവൻ്റെയോ ആ മോളുടെയോ മനസ്സിലില്ലെന്നറിഞ്ഞാൽ പിന്നെ അതോർത്ത് നീ തന്നെ വിഷമിക്കേണ്ടി വരും. അവരായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ തീർച്ചയായും അതിന് മുന്നിൽ ഞാനുണ്ടാകും. എൻ്റെ നഷ്ടപ്പെട്ട മകളെ തിരിച്ച് ആ മോളിലൂടെ വീണ്ടെടുക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത്. അത്രയും പറഞ്ഞ് ഗോവർദ്ധനൻ പോകുമ്പോഴും ആ അമ്മയുടെ മനസ്സിൽ അവരുടെ ആഗ്രഹം പല്ലവിയിലൂടെയും കർണനിലൂടെയും എത്രയും വേഗം സാധിക്കണേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ആ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്.